ഷാനവാസ് ഒന്ന് എണീറ്റ് നിൽക്കോ. നിങ്ങൾ മൂന്നുപേരും കൂടെ ഒരു ഗൂഢാലോചന നടത്തി ആർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആ ബാത്റൂമിന്റെ അവിടെ വെച്ച് മൂന്നുപേരും കൂടെ പ്ലാൻ ചെയ്ത് ഇത്രയും കാലം നമ്മളെ ദ്രോഹിച്ചുകൊണ്ട്. ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നല്ല അടിപൊളിയൊരു എപ്പിസോഡായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡായിരുന്നു. ലാലേട്ടൻ വന്നു, കുറേ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു, കുറേ കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കി സംസാരിച്ചു. നിങ്ങൾ പറ, നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്തായിരുന്നു ഇന്നലത്തെ ബിഗ് ബോസിനെ പറ്റിയിട്ട്? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ആൾക്കാരുടെയൊക്കെ മുഖം മൂടി അഴിക്കാൻ പറ്റി. അത് മാത്രമല്ല, ഒരു കണ്ടസ്റ്റൻറ്റിനോട് നല്ല രീതിയിൽ വെറുപ്പ് തോന്നുന്ന ഒരു കാര്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അനീഷേട്ടന് കിട്ടേണ്ട വക അനീഷേട്ടനും ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഷാനവാസിന് കിട്ടേണ്ട വക ഷാനവാസിനും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൂടെ നമ്മുടെ നോറ ആദിലയ്ക്കും കൂടെ ചെറിയ രീതിയിലുള്ളൊരു കൊട്ടും കൂടെ ലാലേട്ടൻ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു എപ്പിസോഡായിരുന്നു. അപ്പം നമുക്ക് ആ എപ്പിസോഡിലെ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്ന് കാണാം. ഏതാണ് ആ ഗെയിം ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇവരെ എന്തോ ട്രാപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. ഇതിനു മുമ്പ് സീക്രട്ട് ടാസ്ക് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കാൻ നിങ്ങൾ എല്ലാവരോടും പറയും, ഒരു ഗെയിം കളിക്കും. അത് തന്നെ ഒരു സീക്രട്ടിനെ പൊളിക്കല്ലേ അവിടെ നടക്കുന്നുണ്ട്. ഞാൻ എല്ല് കണ്ടു. അപ്പൊ ആ ഗെയിം പൊളിഞ്ഞു പോയില്ലേ. ഞാനും ഇന്ന് വരെ ബിഗ് ബോസിന്റെ ഒരു എപ്പിസോഡ് പോലും ഞാൻ കണ്ടിട്ടില്ല. കുറെ റീൽസും കട്ട്സും ഷോർട്സും കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതിന്റെ ഗെയിം എങ്ങനെയാണ്, ഗെയിം പ്ലാൻ എങ്ങനെയാണ്, എങ്ങനെ കളിക്കുക ഒന്നും എനിക്കറിയില്ല. ഇത്രയും ദിവസമായിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല. പാവം, ഇതുവരെ ബിഗ് ബോസിനകത്ത് വന്നിട്ട് എന്താണെന്ന് പോലും പഠിച്ചിട്ടില്ല ബിഗ് ബോസ്. ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത് ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ റിയൽ ഫേസ് ഇന്നലെ കൊണ്ട് പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഇത്രയും നാളും വെച്ചിരുന്ന മുഖം മൂടി ലാലേട്ടൻ പെതുക്കെ അങ്ങ് അഴിച്ചു വെച്ച്. ആദ്യം തന്നെ ലാലേട്ടൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഷാനവാസ് കൊളവാക്കിയ ഗെയിമിനെ പറ്റിയിട്ടാണ് ലാലേട്ടൻ തുടങ്ങി വെച്ചത് തന്നെ. എനിക്കാണെങ്കിൽ ഈ ബിഗ് ബോസിനകത്തിൽ ഫസ്റ്റ് ടൈം തൊട്ടേ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് ആര്യൻ എന്ന് പറയുന്നത്. പക്ഷെ ആര്യൻ ഇപ്പോൾ ഒരു 2 വീക്ക് കൊണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ. ആള് ഗെയിം കളിക്കുന്നതിനകത്ത് ജിസയിലും ആര്യനും പക്ക ഇതായിട്ട് നിന്നിരുന്നുണ്ട്. പക്ഷെ ഒരു 2 ആഴ്ചയായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഗെയിം കളിച്ചു വരുന്നത്. ആര്യനാണെന്നുണ്ടെങ്കിൽ ഒരലമ്പും ഇല്ലാതെ നല്ല രീതിക്ക് ആ ഗെയിം കൊണ്ടുവന്നപ്പം ഷാനവാസാണ് ആ ഗെയിം കുളവാക്കി വിട്ടത് തന്നെ. നമുക്ക് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഗെയിം, ആ ഗെയിമിനകത്തിൽ ഒരു അലമ്പുണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അത് ഷാനവാസ് തന്നെയാണ്. ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ലക്ഷ്മി വന്ന് പറയുന്നുണ്ട്, എൻ്റെ മകനാണേ സത്യം, അത് സീക്രട്ട് ഗെയിം ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഷാനവാസിന് വിശ്വസിക്കാമായിരുന്നു, കാരണം ഷാനവാസിന് ഒരു മകളുണ്ട്. സ്വന്തം മകനെ പറ്റിയിട്ട് മകളെ സത്യം ചെയ്തിട്ടാണ് അവൾ പറയുന്നത് തന്നെ. ഗെയിം നശിപ്പിക്കണമെന്നുള്ള ഒരു ഒറ്റ മൈൻഡ് മാത്രമേ ഷാനവാസിനുള്ളായിരുന്നു. ആ ഒരു ഗെയിം നശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു അഹങ്കാരം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ നമുക്കൂടെ ദേഷ്യം വരും ആ ഒരു അഹങ്കാരം കാണുമ്പോൾ. അതുപോലെ തന്നെ ഈ ഷാനവാസിന് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. ലാലേട്ടനോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു റെസ്പെക്റ്റ് പോലും ഷാനവാസിനില്ല. എന്ന് വെച്ചാൽ ഷാനവാസ് ആരാ, വലിയ എന്തോ ആളാണെന്നുള്ളൊരു മട്ടും ഭാവത്തിലുമാണ് ഷാനവാസ് അവിടെ നിൽക്കുന്നത്. നമ്മുടെ ലാലേട്ടൻ്റെ അടുത്ത് പോലും പോയി നിൽക്കാനുള്ള ഒരു യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് ഈ ഷാനവാസ് എന്ന് പറയുന്നത് തന്നെ. നമ്മുടെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് വന്ന് പറയുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് നിന്ന് ഇത്രയും സംസാരിക്കുന്ന സമയത്ത് ഒരു ബഹുമാനവും ഇല്ലാതെ താങ്ക് യു എന്ത് പറഞ്ഞാലും താങ്ക് യു, അത്രയും മാത്രമേ ഷാനവാസിനുള്ളൂ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ലാലേട്ടൻ എടുത്തിട്ട് റോസ്റ്റ് ചെയ്തൊരു വ്യക്തി എന്ന് പറയുന്നത് അനീഷാണ്. പക്ഷേ അനീഷിനറിയാം തൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ് പറയുന്നതെന്നുള്ളത്. അനീഷിന് അറിയാവുന്നതുകൊണ്ട് തന്നെ വലിയ എതിർപ്പോ കാര്യങ്ങളോ ഒന്നും അനീഷ് കാണിക്കുന്നില്ല. പക്ഷേ ഈ ഷാനവാസ് എന്ത് കണ്ടിട്ടാണെന്നുള്ള കാര്യം എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇദ്ദേഹം അതിനകത്ത് സ്ത്രീകൾക്ക് ഒരു ബഹുമാനവും കൊടുക്കുന്നില്ല. ആ കൊടുക്കാത്തിടത്തോളം നിങ്ങൾക്കൊരു വോട്ടും കിട്ടാനും പോകുന്നില്ല. കാരണം ഇത് കാണുന്നത് പുരുഷന്മാർ മാത്രമല്ല. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോ കാണുന്നത് പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകൾ ഉൾപ്പെടെയാണ് ഇത് കാണുന്നത്. നിങ്ങൾ ഈ ബഹുമാനം കൊടുക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ആ വോട്ട് കിട്ടാനും പോകുന്നില്ല.
എനിക്ക് തീർച്ചയായിട്ടും ഷാനവാസിനോട് ഒരു ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഷാനവാസ് ഉണ്ടോ അനീഷിനെ? തീർച്ചയായും. ആണോ? അനീഷിന് ഭയങ്കര ഇഷ്ടമാണോ? തീർച്ചയായും. ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് കാണിക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെ സേവ് ചെയ്യണം എന്ന് ചോദിക്കുമ്പം അനീഷ് പറയുന്നത് ഷാനവാസിനെ സേവ് ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ഷാനവാസിന്റെ മറുപടിയും കൂടെ നമുക്ക് കാണാം. ഇതിലൊരാളെ സേവ് ചെയ്യണമെന്ന് ആരുടെ പേര് പറയും? എന്താ കാര്യം? അല്ല, എന്താ അനീഷിനെ പറയാത്ത? ഇത്ര സ്നേഹമുള്ള അയ്യോ സോറി, ഞാൻ അനീഷിനെ കണ്ടില്ല, അതുകൊണ്ട്. അതെന്താ എനിക്ക് മനസ്സിലായി. അതായത് ഉള്ളിന്റെ ഉള്ളിൽ ഷാനവാസും അനീഷും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാം. ആരെ സേവ് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞത് ഷാനവാസിനെ, പക്ഷെ ഷാനവാസ് തിരിച്ചു പറഞ്ഞതോ നമുക്ക് അതിൽ കൂടെ തന്നെ രണ്ടുപേരുടെയും രീതി നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാം. അനീഷ്, ഞാൻ കൊളാബറേഷന്റെ കാര്യമാണ് പറഞ്ഞത്. കൊളാബറേഷൻ എന്താണ്? ഒരു മിനിറ്റ്, ഞാൻ ചോദിച്ചാൽ കൊളാബറേഷൻ അത് നല്ല വാക്കാണ്. എന്താ ഒരു ഭയങ്കര കൊളാബറേഷൻ എന്നൊക്കെ നമ്മൾ തമാശക്ക് പറയും. എന്താണ് കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ? ഇവരിടുന്ന ഡ്രസ്സ് മുഴുവൻ വേറെ ആരോ ഇവർക്ക് ഏതോ ഒരു ആളുകൾ ഇവർക്ക് അയച്ചു കൊടുക്കുന്നതാണ്. അത് ഇപ്പൊ മാത്രമല്ല, ഇത് പല ഒരുപാട് ബിഗ് ബോസിലെല്ലാം കൊടുക്കാറുണ്ട്. അതിനെന്താ കുഴപ്പം? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കിട്ടാറില്ലേ എല്ലാ സാധനവും? എനിക്ക് ഞാൻ എന്റെ നാട്ടിലുള്ള ഒരു കടയിൽ നിന്നാണ് ഈ സാധനങ്ങൾ മുഴുവൻ വാങ്ങിച്ചത്. അത് വേറൊരു കൊളാബറേഷൻ ആണ്. അല്ല, കൊളാബറേഷൻ ആണ് മോനെ. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത് മാത്രം കൊളാബറേഷൻ അല്ല, വേറൊരു സ്ഥലത്ത് നിന്ന് വരുന്ന കൊളാബറേഷൻ ആണോ? സാർ, അത് ഞാൻ പൈസ കൊടുത്തിട്ടാണ്. അല്ല, ആയിക്കോട്ടെ, അത് നിങ്ങൾ ഭയങ്കര സൗകര്യമുള്ള ഒരാളായതുകൊണ്ടായിരിക്കും, അവർ പാവങ്ങളായതുകൊണ്ടായിരിക്കും. എന്താണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇപ്പൊ കാണിക്കാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്നലത്തെ എപ്പിസോഡെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അനീഷിനെ വധിക്കാനുള്ളതായിരുന്നു കേട്ടോ. കൂടെ ഷാനവാസിനെ വധിക്കാനുള്ള കാര്യങ്ങൾ ഷാനവാസ് ഓൾറെഡി അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അനീഷിനെ വധിക്കാനുള്ള കാരണങ്ങൾ എനിക്കത്ര ഒട്ടും യോജിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണ് PR, എന്താണ് കൊളാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡുകാർ അവരുടെ പ്രോഡക്റ്റുകൾ നമുക്ക് അയച്ചു തന്നിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറയും. അനീഷ് ആണെന്നുണ്ടെങ്കിൽ അനീഷിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്ത് ഡ്രസ്സ് വാങ്ങിച്ചിടുന്നു, അതുകൊണ്ട് ആ കടേനെ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ നേരെ ഓപ്പോസിറ്റ് നോക്കിയാലോ, അവർ ഫ്രീ ആയിട്ടാണ് അവർക്ക് ഡ്രസ്സ് കിട്ടുന്നത്. അവരുടെ ആ ബ്രാൻഡുകാർക്കുള്ള ഒരു പ്രൊമോഷനാണത്. ഈ ബൊട്ടീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുമ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം അവരുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ ഇത് അവരായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു. പക്ഷേ അനീഷ് എന്ത് കാര്യത്തിലാണ് ഈ കൊളാബറേഷൻ നടത്തുന്നത് നമുക്കറിയില്ല. സ്വന്തം പൈസയ്ക്ക് ഡ്രസ്സ് വാങ്ങിച്ചിട്ടിട്ട് അയാൾ കട പോലും വെളിപ്പെടുത്തുന്നില്ല. പിന്നെ എന്ത് കൊളാബറേഷനാണ്? ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസുകാർ ഇന്നലെ അനീഷിനെ നല്ല രീതിക്ക് ഡിഫെയിം ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. കൂടുതലും PR വർക്ക് ചെയ്യാനുള്ളതും ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോളിനെ പറ്റിയിട്ടാണ്. കാരണം അനിമോൾ എത്ര രൂപയ്ക്കാണ് PR വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ എന്തിനാണ് എവിടെയോ കിടന്ന് അനീഷിനെ പോയി പൊക്കി പിടിച്ചോണ്ട് വന്നതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. എനിക്ക് ഈ ബിഗ് ബോസിനകത്തൂടെ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ബിഗ് ബോസിനകത്ത് ചെയ്യുന്നത്. സത്യത്തിൽ എന്താ പറയുന്നത്, നമ്മൾ പ്രേക്ഷകരുടെ ഒരു അഭിപ്രായവും പ്രേക്ഷകരുടെ വോട്ടും കൊണ്ടാണ് എല്ലാവരും ജയിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വോട്ട് ചെയ്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ അവിടെ നിർത്തുന്നില്ല. അത് മാത്രമല്ല, നമ്മൾ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ഒരു വേറുകൃത്യം കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദിലായ നോറ എന്തിനാണോ ഈ ലാലേട്ടൻ ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നത് എന്ന് എനിക്കറിയത്തില്ല. എന്ത് കാര്യത്തിനാണെന്ന് എനിക്കറിയത്തില്ല. അവിടെ ഇപ്പോഴും നല്ല രീതിക്ക് ഗെയിം കളിച്ച് നല്ല ജെന്യൂനായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരെ ആരെയും അത് പറയുന്നില്ല. അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ കാണിക്കുന്നുമില്ല. പക്ഷെ ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എല്ലാം എടുത്ത് വെച്ച് കാണിക്കുന്നുണ്ട്. സത്യത്തിൽ പുറത്തുള്ള ജനങ്ങളുടെ അഭിപ്രായമോ പുറത്തുള്ള ജനങ്ങളുടെ വോട്ട് കൊണ്ടോ അല്ല ഈ ബിഗ് ബോസും ബിഗ് ബോസിനകത്തുള്ളവരും പോകുന്നത്. അത്രയും മാത്രമേ എനിക്ക് പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.